ചേർത്തല കോക്കമംഗലം മാർത്തോമാ ശ്ലീഹ ദേവാലയത്തിലെ തിരുനാൾ ഏപ്രിൽ 6 മുതൽ 12 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ കോക്കമംഗലം സെന്റ് തോമസ് പള്ളിയിലെ തിരുനാൾ ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുകയാണ്. ഏപ്രിൽ 6 മുതൽ 12 വരെ തീയതികളിലാണ് തിരുനാൾ നടക്കുന്നത്. 6-ാം തീയതി സമർപ്പിത ദിനമായിട്ട് ആചരിക്കുന്നു. 7-ാം തീയതി കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നു. 8-ാം തീയതി പൂർവിക സ്മൃതി ദിനമായിട്ട് ആചരിക്കുകയാണ്. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നാണ് കോക്കമംഗലം പള്ളി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തിരുനാളിൻ്റെ കൊടിയേറ്റം അതുപോലെ തന്നെ ആരാധന ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 9-ാം തീയതി വ്യാഴാഴ്ചയാണ്. തിരുനാളിന് ഔപചാരികമായിട്ട് കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നത് ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ പിതാവാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ മെത്രാപ്പൊലിത്തൻ വികാരിയാണ്. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ കോക്കമംഗലം മാർത്തോമാ ശ്ലീഹ തീർത്ഥാടന ദേവാലയത്തിലെ പുതുഞായർ ദർശന തിരുനാൾ ഏപ്രിൽ 6 മുതൽ 12 വരെ നടക്കും. ഏപ്രിൽ 9-ന് കൊടിയേറ്റ് ദിനത്തിൽ രാവിലെ 7-ന് ആഘോഷമായ ദിവ്യബലി നടക്കും. റവറന്റ് ഫാദർ ആന്റണി ഇരവിമംഗലം മുഖ്യ കാർമ്മികനാവും. വൈകിട്ട് 5:15 ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും വചന സന്ദേശത്തിനും ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് നേതൃത്വം നൽകും. ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ഏപ്രിൽ 10 വെള്ളിയാഴ്ച വാഴ്ച ദിനത്തിൽ രാവിലെ 6:45-ന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് റവറന്റ് ഫാദർ ജോമോൻ പാലിയേക്കര മുഖ്യ കാർമ്മികനാവും. മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ പള്ളികളിൽ 7 പള്ളികളിൽ ഒന്നായ സെന്റ് തോമസ് ചർച്ചിലെ 2025-ലെ തിരുനാൾ നമ്മുടെ മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ആഘോഷങ്ങളില്ലാണ്ട് ചെറിയ രീതിയിലാണ് നടന്നത്. അന്ന് നടത്തിയിരുന്ന ആ തിരുനാൾ അതേ പ്രതിസന്ധിമാരാൽ തന്നെയാണ് ഈ പ്രാവശ്യവും നടത്തപ്പെടുന്നത്. കോക്കമംഗലം എന്ന നാമധേയത്തിലുള്ള പള്ളി സ്ഥിതി ചെയ്യുന്ന കോക്കോടമംഗലം വില്ലേജ് പരിധിയിൽ നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ആ നാടിൻ്റെ ഉത്സവ രീതിയിൽ നടത്തുന്ന ഒരു ആഘോഷമാണ് സെന്റ് തോമസ് ചർച്ച് കോക്കമംഗലം പള്ളിയിലെ തിരുനാൾ ആഘോഷം. അത് ദർശന തിരുനാൾ ആയിട്ടാണ് ആചരിക്കുന്നത്. ശനിയാഴ്ച വേസ്പര ദിനം, ഞായറാഴ്ച തിരുനാൾ ദിനം എന്നീ ദിവസങ്ങളിൽ ആഘോഷമായ പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് സെന്റ് ആന്റണീസ് കപ്പേള വരെ എത്തി തിരിച്ച് പള്ളിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വർഷങ്ങളായിട്ട്. ആ പ്രദക്ഷിണത്തിൽ നാട്ടിലെ എല്ലാ മതസ്ഥരും പങ്കുകൊണ്ട് ഒരു നാടിൻ്റെ ഒരു തിരുനാളായിട്ടാണ് കൊണ്ടുപോകുന്നത്.